ദി അൺസെൻസേർഡ് ഷോയിൽ ഇന്ന് എന്റെ കൂടെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള എന്താ പറയുക ശരിക്കും മൾട്ടി ടാലന്റഡ് എന്ന് പറയണം. സിംഗർ ആണ്, ആക്ടർ ആണ്, മ്യൂസിക് കമ്പോസർ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സൈനോര ഫിലിപ്പ് ആണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ടു മൈ ഷോ. ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം? ദാ സുഖമായിട്ട് പോണു, Yes. കുഴപ്പമില്ലാണ്ട് പോണു. ഇവിടെ 2024 എങ്ങനെ ഉണ്ടായിരുന്നു? 2024 അടിപൊളിയാണ്. ഞാനിപ്പം കൊച്ചി തന്നെ ഒരു സ്റ്റുഡിയോയില് VTP സ്റ്റുഡിയോസിൽ ഇപ്പൊ ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഓ അപ്പം നൈസ്. ഇപ്പൊ എല്ലാ ദിവസവും മറ്റേ സ്റ്റുഡന്റ് മോഡില് ആ അവിടെ പോയി ക്ലാസ്സിന് പോകുന്നുണ്ട്. ഓ അടിപൊളി. അപ്പൊ ഇപ്രാവശ്യം ഒരു ഇയർ ഭയങ്കര രസമായിട്ടുള്ള ഇയർ ആയിട്ട് തോന്നി യെസ്. എനിക്ക്. എനിക്ക് എപ്പോഴും തോന്നാറ് ഈ ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുട്ടിക്കാര്യങ്ങൾ പഠിച്ചാലും നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് വെക്കും. ആണ്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ മമ്മി റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ ടീച്ചർ, മമ്മി ഒരു ഹെഡ് ടീച്ചർ ആയിരുന്നു. റിട്ടയർമെന്റിന്റെ അതിനോടൊപ്പം തന്നെ ഒരു 2-3 വർഷമായിട്ട് മമ്മി LLB എടുത്തിട്ടുണ്ടായിരുന്നു. ആ. അപ്പം റിട്ടയർ ചെയ്തിട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് മമ്മി ഇപ്പൊ ഇവിടെ ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യാം. ഓ അടിപൊളി. അതാണ് മമ്മിന്റെ സെക്കൻഡ് ജോബാണിത്, യാ. സെക്കൻഡ് കരിയർ എന്ന് പറയാൻ പറ്റും. അപ്പം ഐ ഹവ് സീൻ ഹർ ലൈക്ക് 3 മണിക്കും 4 മണിക്കൊക്കെ ഇരുന്ന് മമ്മി പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ നമ്മളെല്ലാം ഉറങ്ങി തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മി മമ്മി ഇരുന്ന് പഠിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിക്കും നമുക്ക് വേറെ പണിയൊന്നുമില്ലേ, നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാം എന്ന് അതെ. വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം ഷീ വാസ് ലൈക്ക് പുട്ടിങ് ഇൻ വർക്ക്. ഇന്നലെ മമ്മി എന്റെ പറയായിരുന്നു, സത്യത്തിൽ ഈ പ്രായത്തിലൊക്കെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ടൈം, ഞാൻ എന്തിനാ ഈ പണിയെടുത്തോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അതാണ് മൂപ്പരെ യങ് ആയിട്ട് വെക്കുന്നത്. ട്രൂ. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഈ ലേണിംഗ് ഇപ്പം ഇതിന് പോകുന്നുണ്ട്, ഗിറ്റാർ ക്ലാസ്സിന് പോകുന്നുണ്ട്, പിയാനോ ക്ലാസ്സിന് പോകുന്നുണ്ട്. ഓഹോ. സോ ഐ മേക്ക് മൈസെൽഫ് ബിസി ഓൾ ദി ടൈം. വെരി നൈസ്. അപ്പൊ ഞാൻ ആലോചിക്കാം മമ്മി ശരിക്കും കുറെ പേർക്ക് ഒരു എക്സാമ്പിൾ ആണ്. കാരണം ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ പിന്നെ ഈ പ്രായത്തിലാണ് ഇപ്പൊ അത് ചെയ്യാൻ പോണേ അങ്ങനെ പറയണ ഞാൻ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. അപ്പം പ്രായമൊന്നുമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഏജിലും പോസിബിൾ ആണ്. തീർച്ചയായിട്ടും ലൈക്ക് അത് ഞാൻ എന്റെ മമ്മീന്റെ അടുത്ത് പഠിച്ചൊരു പാടാണ്. അപ്പൊ അതുകൊണ്ട് it just goes like that. Yes. And it makes you so, it's so young and ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നും, ഭയങ്കര അതെ. ക്രിയേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് വെൻ വി ആർ Yes. ലേണിംഗ് സംതിങ് ന്യൂ, True. ആ ഒരു ബ്രെയിനിന്റെ പാർട്ട് വർക്ക് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. അതെ. പുതിയൊരു മ്യൂസിക് വീഡിയോ ഇങ്ങനെ ഇറങ്ങാൻ ഇങ്ങനെ നിൽക്കുകയാണ് അതെ അതെ എന്നറിയാം. അതെ. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതോ അതെ സീക്രട്ട് അതെ ആണോ? അതെ അതെ. ഇല്ല ഇല്ല ഇല്ല. അത് കണ്ണൂരിൽ തന്നെയുള്ള ജിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ഭയങ്കര എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടൊരു കുട്ടിയാണ്. ആ. അപ്പം ഈ ഒരു സോങ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞൊരു സോങ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു അവൻ 14 വയസ്സിൽ എങ്ങാണ്ടിരിക്കുമ്പോഴാണ് ആക്ച്വലി ഈ ഒരു സോങ് എഴുതുന്നത്, ഫ്രം ദി ആഷസ്. അത് എഴുതി കമ്പോസ് ചെയ്തതൊക്കെ. അപ്പൊ ഈ പാട്ട് എനിക്ക് കേൾപ്പിച്ചു തന്നപ്പം ഐ റിയലി റിയലി വാണ്ടഡ് ടു ഡു ഇറ്റ്. അപ്പൊ അങ്ങനെ ഐ സെഡ്, അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് ഓൺ ചെയ്തതും. അപ്പം ഇറ്റ്സ് ഹിസ് കോമ്പോസിഷൻ ഇൻഫാക്ട്. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് പാടുന്നത്. പിന്നെ ഫൈനലി അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യേണ്ടിയും വന്നു. അത് പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും എന്താ ഒരു ആക്ടർ എന്ന് പറയുന്ന ഒരു പേര്, ഒരു സംഭവം, ഒരു ടൈറ്റിൽ കൂടി പേരിന്റെ കൂടെ ആഡ് ചെയ്യാനായി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണത്. സോ എങ്ങനെയാണ് അത് കാണുന്നത്? ആക്ടിങ് ഞാൻ പണ്ട് കഥാപ്രസംഗം ചെയ്യുമായിരുന്നു. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സ്കൂളിൽ. അപ്പൊ എനിക്ക് അറിയാം എനിക്ക് പറ്റും. പിന്നെ റിയൽ ലൈഫിൽ നമ്മൾ ആക്ടിങ് ചെയ്യാറുണ്ടല്ലോ ചില ഇൻസ്റ്റൻസസിലൊക്കെ. അപ്പൊ എനിക്ക് അറിയായിരുന്നു ആക്ടിങ് വരുമെന്ന്. പിന്നെ എനിക്ക് ഒരുപാട് ആക്ടേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അഞ്ജലി ആക്ച്വലി ഇതിന് വിളിച്ച സമയം അതാണ്, വണ്ടർ വുമൺ ആണ് ആദ്യം ഞാൻ അഭിനയിക്കണത്. അതിനു മുമ്പ് ഏതൊക്കെയൊക്കെ പടത്തിൽ പ്രണയകാലത്തിലൊക്കെ ഇങ്ങനെ പാടി അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെയായിരുന്നില്ല. പക്ഷെ ഐ ന്യൂ ദാറ്റ് ഐ കുഡ് ഡു ഇറ്റ്. പക്ഷെ പിന്നെ ഡബിങ്ങും കൂടി ചെയ്യുന്നത് കൊണ്ട് ഐ ഡിഡ്ന്റ് ഫീൽ ഇറ്റ് ആസ് ഐ എം ഡൂയിങ് സംതിങ് ന്യൂ എന്നുള്ളൊരു സാധനം. ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. പക്ഷെ ചെയ്തുകൊണ്ടിരുന്നപ്പം ഫീൽ ചെയ്തോ, അതായത് ഇത് എനിക്ക് ഇഷ്ടമുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വന്നോ? എനിക്ക് അതൊരു നെർവസ്നെസ് ഉണ്ടായിരുന്നു. ക്യാമറ, ഞാൻ ബേസിക്കലി ഞാൻ ഭയങ്കര ക്യാമറ ഷൈ ആണ്. എനിക്ക് ആക്ച്വലി അതുകൊണ്ടാണ് ഈ റേഡിയോയിൽ വന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കാൻ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ചാനലിൽ പോയിരുന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിട്ട് ഭയങ്കരമായിട്ടൊരു മെന്റൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അയ്യോ അങ്ങനെയാന്ന് ബേസിക്കലി. അപ്പൊ അതുകൊണ്ട് അതായത് സെൽഫി എടുക്കുന്ന പോലെ അല്ലല്ലോ, വേറൊരാള് നമ്മള് പകർത്തുമ്പോഴൊരു സാധനം എനിക്കുണ്ട്. പക്ഷെ അഞ്ജലി അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമുണ്ടായില്ല. പിന്നെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പും ആയിരുന്നല്ലോ വണ്ടർ വുമൺ. എവരിബഡി വാസ് ലൈക്ക്
ടു ക്ലോസ് ടു മീ. യെസ്. അപ്പം ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ദാറ്റ്. പക്ഷെ പിന്നെ ഈ അടുത്തൊരു പടം വരുന്നുണ്ട് വിനീതിന്റെ കൂടെ അഭിനയിച്ച ഒരു ജാതി ജാതകം. അതിന്റെ അകത്തൊരു കുറച്ചൊരു റോള് ചെയ്തിട്ടുണ്ട്, ഒരു കുഞ്ഞു റോള്. ഓക്കെ. ആ റൂളിനെ പറ്റി എന്തെങ്കിലും? ആ ഒന്നുമില്ല. കണ്ടിട്ട് തന്നെ കണ്ടിട്ട് നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാം. മനസ്സിലാക്കിക്കോ. നിഖില ഒക്കെ ഉണ്ട് അതിന്റെ അകത്ത്. അതെ അതെ അറിയാം. എനിക്ക് തോന്നുന്നു അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ തന്നെ വമ്പൻ ട്രെൻഡിങ് ആയിരുന്നു ആ ആ, ടൈമില്. അതെ. കാരണം നമ്മള് പല പല ഗേൾസും മരുടേക്ക് നമ്മുടെ വിനീതേട്ടനെ കാണാമായിരുന്നു. വിനീത അങ്ങനെ നമ്മള് കാണാറേ അതെ ഇല്ല അതെ. ബേസിക്കലി. സോ ആ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വിനീതേട്ടന്റെ കൂടെയുള്ള സീനുകൾ? ഇല്ലില്ല, കോമ്പിനേഷൻ ഷോട്ട് ഉണ്ടായിരുന്നില്ല. എന്റേത് ആക്ച്വലി ഒരു വൺ ഡേ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഉണ്ട് അതിന്റെ അതൊരു കുട്ടി ക്യാരക്ടർ. അത് എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ആസ് എൻ ആക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതൽ ആക്ടിങ്ങിലേക്ക് ആളുകൾ കോൾ അങ്ങനത്തെ അതാ പറഞ്ഞത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം എന്റെ ലൈഫ് എന്നുള്ള ഒരു ഇമാജിനേഷനോ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ലൈക്ക് അങ്ങനെ ഒരു സാധനം ഞാൻ ഇല്ല, ചെയ്യുന്നില്ല. പണ്ട് മുതലേ അങ്ങനെയായിരുന്നോ അതോ റീസെന്റ്ലി? I take it when it comes. അങ്ങനെയാണ്. Whatever opportunity it comes, I take it. Like even music direction വന്ന സമയത്ത് I was like, അയ്യോ ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാനോന്നായിരുന്നു എനിക്ക് ആദ്യം. ബിക്കോസ് അവിടെ അങ്ങനെ സ്ത്രീകൾ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. പണ്ട് ഇപ്പൊ ഉഷാ ഖന്നയൊക്കെ ഇപ്പം നിയമതുപകരമൊക്കെ ഒരു ലേഡിയാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. വാവ്, അതും ആ കാലഘട്ടത്തിൽ. അത്രയും അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് ശരിക്കും സ്ത്രീകൾ അങ്ങനെ ഇങ്ങനത്തെ ഫീൽഡിലോട്ട് വരാറേ ഇല്ലാത്തൊരു കാലഘട്ടത്തില് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ് ഉണ്ടാക്കുക എന്ന് പറയുന്നതായിരുന്നു ആക്ച്വലി എന്റെ ഇൻസ്പിറേഷൻ. അപ്പൊ പിന്നെ ഈ ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തത് കുട്ടമ്പിള്ളയുടെ ശിവരാത്രി എന്ന് പറഞ്ഞൊരു പടമാണ്, സുരാജേട്ടന്റെ. അപ്പം അതിന്റെ അകത്തൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുമുണ്ട്. ഇതേമാതിരി കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടാ കമ്പോസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ആ പാട്ടും അപ്പൊ അതാ ഞാൻ പറഞ്ഞു. അപ്പം ആ ഓപ്പർച്യൂണിറ്റി ഒക്കെ ആദ്യം ഞാൻ തള്ളിക്കളയാ ചെയ്തത്. ബിക്കോസ് എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പിന്നെ ഓക്കെ, ഇറ്റ് വാസ് എ ഫ്രണ്ട് ഓഫ് മൈൻ ആൻഡ് ഹി വാസ് ഓൾസോ ലൈക്ക് നീ ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് അങ്ങനെയാണ് ഞാൻ എന്റെ ആ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്നതും. അതിന് മുമ്പ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചെയ്ത പാട്ടുകളുണ്ട്, പക്ഷെ ഞാൻ അത് ഇറക്കിയിട്ടോ അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് സോങ്സ് കുട്ടി കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം അതാ പറഞ്ഞ ഇപ്പൊ ലൈഫിൽ ഓരോരോ കാര്യങ്ങളും അങ്ങനെ വരുമ്പോ ഞാൻ എടുക്കും. അതിന് ഞാൻ ഇങ്ങനെ തള്ളിക്കറഞ്ഞ് പുറത്താക്കി വേണ്ട ആ ഒരു സാധനം ഇല്ല. I try to do it. ഇപ്പൊ ഡബിങ് ആണെങ്കിലും അതെ. സോ ലൈഫ് ഭയങ്കര കളർഫുൾ ആവും. ലൈക്ക് വെൻ വി ആർ ലൈക്ക് കൺഫൈൻഡ് ടു ജസ്റ്റ് മ്യൂസിക്, ആ മ്യൂസിക് മാത്രം എന്നുള്ളൊരു ഫീൽ ആണ്. മറ്റതെല്ലാം ലൈക്ക് വെൻ വി ട്രൈ ഇറ്റ്സ് റിയലി ഡിഫറെന്റ്. അത് അടിപൊളിയാണ്, നല്ലതാണ്. ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? എന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പത്തെ എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാല് വീട്, നല്ലൊരു ഫുഡ്, ചുമ്മാ ബാൽക്കണിന്ന് വെറുതെ സൺസെറ്റ് ഒക്കെ കണ്ട് ഇരിക്കല്, ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അതന്നെ എന്റെ ഏറ്റവും ഭയങ്കര. ഇനിയിപ്പം ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ തിരിച്ചു പോയാലോ, ഇന്നിനിപ്പോ ഒന്നും ഇല്ലല്ലോ, വീട്ടിലിങ്ങനെ കിടന്നുറങ്ങാലോ, ഇതാണ് എന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രിപ്പ് പോവോ, അങ്ങനെ എന്തൊക്കെ ആയിരിക്കും. എന്റെ വളരെ ക്ലോസ് ആയിട്ടില്ല, ഏറ്റവും എന്താ പറയാ പ്രോക്സിമിറ്റിയിൽ നിൽക്കുക, ഏറ്റവും അടുത്ത് നിൽക്കണ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, വീട്ടിലിരിക്കാനും ഇഷ്ടമാണ്. വീട് പറഞ്ഞപ്പോഴേ ഇപ്പൊ ഹോം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണല്ലോ. അപ്പൊ ചിലർക്ക് അതൊരു സ്ഥലമായിരിക്കാം, ചിലർക്ക് ഒരാളായിരിക്കാം. സോ വാട്ട് ഈസ് ഹോം അക്കോർഡിംഗ് ടു യു? ഓബ്വിയസ്ലി എന്റെ ഫാമിലിയാണ് ബേസിക്കലി. ഇപ്പം മോള് എന്റെ ലൈഫിൽ ഒരു ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി മദർഹുഡിനും അങ്ങനെ ഭയങ്കര റെഡി ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ വെൻ ഷീ കെയിം ഇൻ ടു മൈ ലൈഫ് റൈറ്റ് നൗ, ഇപ്പൊ എനിക്ക് അവളില്ലാത്തൊരു നിമിഷം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇതായി മാറി. നോട്ട് ഗ്ലോറിഫൈങ് ഇറ്റ്, പക്ഷെ ദ തിങ് ഇസ് യു വിൽ ആക്ച്വലി വരും, അതിലേക്ക് ഇങ്ങനെ മെല്ലെ ഒഴുകി വരും. നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. എന്റെ ചേച്ചിക്ക് ഒരു മോളുണ്ട്, അവൾക്ക് 3 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അവള് വന്നതിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും ഷെഡ്യൂള് അവളുടെ ഏകദേശം നമ്മൾ അത് അറിഞ്ഞു ചെയ്യുന്നതല്ല, പക്ഷെ അറിയാണ്ട് തന്നെ ആ കുഞ്ഞായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മള് ഇപ്പൊ എല്ലാ സ്ത്രീകളും ഒരു വണ്ടർ വുമൺ ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം സൈനോനെ ഇതുപോലെ വണ്ടർ വുമൺ ആക്കുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഞാൻ വണ്ടർ വുമൺ ആണ് എന്ന് ബേസിക്കലി മീഡിയയിലും ഇന്റർവ്യൂസിലും ഒക്കെ കാണുമ്പോഴും എന്റെ എഴുത്തും ഒക്കെ കാണുമ്പോഴാണ് ആൾക്കാർ ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്റെ ഉള്ളിലുള്ള ഒരു
ഒരു പെണ്ണ് ഒരു സ്ത്രീ എന്താണെന്നുള്ളത് എനിക്കും അറിയാം. ലൈക്ക് ഐ എം എ വെരി വൾണറബിൾ പേഴ്സൺ. ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്. പക്ഷെ ഇത് നമുക്ക് ഇപ്പൊ ക്യാമറന്റെ മുന്നിൽ എടുക്കാൻ പറ്റൂല. അതെ. സോ മൈ ക്ലോസ് പീപ്പിൾ ഹാവ് സീൻ മീ shattered and Yes. crying and howling and they've seen me in the worst, phases. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് എപ്പോഴും എനിക്ക് എപ്പോഴും പിടിച്ചു കയറി വരാൻ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെങ്ത് ഉള്ളിൽ ഫീൽ ചെയ്യും. That it comes. I'm not saying that it's easy to be, വണ്ടർ വുമൺ. എല്ലാവരും പറയുന്നത് ഒരു സയനോര ഭയങ്കര ബോൾഡ് ആണല്ലോ എന്നൊക്കെ പറയും എന്നല്ലാണ്ട് എന്റെ ഉള്ളിലുള്ള എന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും ഒക്കെ എനിക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് പറയുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു സ്ത്രീന്റെ ഉള്ളിലും അതുണ്ട്, ഏതൊരാളുടെ ഉള്ളിലും അതുണ്ട്. അപ്പം എന്ത് ഒബ്സ്റ്റക്കിൾ വന്നാലും നമുക്ക് കയറി വരാനുള്ള സ്ട്രെങ്ത് ഉള്ളിൽ തന്നെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഞാൻ ബേസിക്കലി പലരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. ഫ്രണ്ട്സ് ആണെങ്കിലും അതെ, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അതെ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഫസ്റ്റ് അവരെ വിളിച്ചിട്ട് ഒരു എക്സ്റ്റേണൽ എന്താ പറയാ വാലിഡേഷന് ഞാൻ സീക്ക് ചെയ്യുമായിരുന്നു എപ്പോഴും. പക്ഷെ അത് നിർത്തി ഞാൻ എന്നെ തന്നെ വാലിഡേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്റെ സ്ട്രെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ഡിസ്കവർ ചെയ്യുന്നതും ഞാൻ ആരാണെന്നുള്ളത്. ആ വാലിഡേഷൻ എന്ന് പറഞ്ഞപ്പം എല്ലാവരും എപ്പോഴും ഈ വാലിഡേഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ മോശമല്ലേ തോന്നുന്നത്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. യെസ്. പക്ഷെ അത് ഒരു ആ ഇൻസ്റ്റന്റ് ആ ഒരു സമയം കഴിഞ്ഞാൽ കഴിഞ്ഞു. അതത്രേ ഉള്ളൂ. പിന്നെ ബാക്ക് ടു ഞാന് ഇത് ഏത് മിനിറ്റ് പറഞ്ഞിരുന്നു. ഞാൻ ഏറ്റവും ഭയങ്കര പൊട്ട ഇതിലിരിക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റവും ചിരിക്കണ ഫോട്ടോ ഒക്കെ ചുമ്മാ വെറുതെ ഇടുന്നത് ഇൻസ്റ്റഗ്രാമിൽ. അപ്പം ആൾക്കാരോ നല്ലുണ്ട് എന്നൊക്കെ പറയുമ്പോ എനിക്ക് നല്ലുണ്ട്. അപ്പൊ ആ ഒരു ഇൻസ്റ്റന്റ് ആ ഒരു ഹിറ്റ് ഓഫ് ഡോപ്പമിൻ എനിക്ക് വേണമായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. അങ്ങനെയില്ല. ലൈക്ക് അത് എന്നെ തന്നെ ഒരു വഞ്ചിക്കുന്ന പോലെ എനിക്ക് തോന്നി ചില സമയം. പിന്നെ മറ്റുള്ളവരെയും നമ്മൾ ഭയങ്കര ഹാപ്പി ആണെന്നുള്ളൊരു പ്രൊജക്ഷൻ മാത്രം കൊടുത്തുകൊണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ഹാപ്പിനെസ്സിന് സീക്കാണ്ട് എന്നാ മതി സത്യം പറഞ്ഞാൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാപ്പിനെസ് താനെ ഒരു അഡീഷണൽ സാധനമായിട്ട് വരും. ഇന്നർ പീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നടക്കുമ്പോൾ തന്നെ ഹാപ്പിനെസ്സും കൂടി ഇങ്ങനെ അലോങ് ദ ഫ്ലോ വരും. അതാണ് വണ്ടർ വുമനെ പറഞ്ഞതുകൊണ്ട് ലൈഫിൽ ഇപ്പം കണ്ടിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഓർക്കുമ്പം ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു വണ്ടർ വുമൺ ആരായിരിക്കും? ഡെഫിനറ്റ്ലി എന്റെ മദറാണ്. എന്റെ മമ്മിയാണ് വണ്ടർ വുമൺ. കാരണം ഞാൻ ഒരിക്കലും സത്യം പറഞ്ഞാൽ മമ്മി പഠിക്കുന്ന സമയത്തൊക്കെ ഈ LLBക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ മമ്മിയെ ആലോചിക്കാറുണ്ട്. മമ്മിക്ക് ഒരു കരിയർ കഴിഞ്ഞ് മമ്മി വീട്ടിലിരിക്കേണ്ട സമയത്ത് എന്തിനാ മമ്മി ഇതിന് ചെയ്യുന്നത്? അപ്പൊ ഐ നെവർ തോട്ട് ദറ്റ് ഷി വുഡ് വിൽ അറ്റൈൻ എ ന്യൂ കരിയർ എന്നുള്ളത്. പക്ഷെ ഷീ പ്രൂവ്ഡ്. അതും നമ്മളുടെ ഡാഡിന്റെ മുന്നിലായാലും എന്റെ അനിയന്റെ അനിയത്തിന്റെ ഒക്കെ മുന്നിൽ ഷീ ആക്ച്വലി പ്രൂവ്ഡ്. ഷീ ഈസ് ലൈക്ക് ഇപ്പൊ മമ്മിക്ക് 60-61 വയസ്സുണ്ട്. പക്ഷെ മമ്മിനെ കണ്ടാ പറയില്ല ഇപ്പം. ലൈക്ക് ഷീ ഈസ് ട്രാൻസ്ഫോംഡ് കംപ്ലീറ്റ്ലി. അപ്പം ഇപ്പം മമ്മി ജോലിക്കും പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ മോളെ സംഭവങ്ങൾ എന്റെ കാര്യങ്ങളെല്ലാം മമ്മി നോക്കി നടത്തുന്നുണ്ട്. അപ്പം ഷീ ഈസ് ഡെഫിനറ്റ്ലി മൈ സൂപ്പർ വുമൺ ഞാൻ പറയും. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ബോൾഡ് ആണ്, സ്ട്രോങ് ആണ്, ഷീൽ ടേക്ക് കെയർ എന്നൊക്കെ പറയുമ്പം നമുക്ക് ഇപ്പൊ അത് കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, ഐ ഷുഡന്റ് ബ്രേക്ക് ഡൗൺ ഇൻ ഫ്രണ്ട് ഓഫ് ദീസ് പീപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രഷർ എനിക്ക് എപ്പോഴും ഈ ബോൾഡ്, സ്ട്രോങ്, ഷീൽ ടേക്ക് കെയർ എന്ന് പറയുന്ന സാധനത്ത് തോന്നില്ലേ, എത്രമാത്രം എനിക്ക് തോന്നിയിട്ടുണ്ട്. അയ്യോ, എന്റെ അടുത്ത് ഒരിക്കൽ ആരോ ചോദിച്ചു ലൈക്ക് എന്താണ് വാട്ട് യു നീഡ് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് സ്ട്രോങ് ആവണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ബാക്കി ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഇതാക്കിയിട്ടുള്ള ആൾക്കാർ വീക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ കാണുമ്പോഴോ എന്റെ പേര് കേൾക്കുമ്പോ തന്നെ എനിക്കെന്തോ ഒരു വേറെ കൊമ്പൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഫീലിലാണ് ബേസിക്കലി എല്ലാവരും എന്നെ പെർസീവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും ഐ റിയലി വോണ്ട് ടു ബി വീക്ക്. എനിക്ക് മടുത്ത് സ്ട്രോങ് ആയിട്ട്. എനിക്ക് എപ്പോഴും എല്ലാരും ഇങ്ങനെ ഇല്ല പറ്റും അങ്ങനെ ഞാൻ നിന്ന് എനിക്കും മതിയായി. ഐ റിയലി വോണ്ട് ജസ്റ്റ് എന്നെ ആരെങ്കിലും ഒന്ന് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട് ഇടക്ക്. ബിക്കോസ് ഏത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്കും ഉള്ളിൻ്റെ ഉള്ളില് ഭയങ്കര മെലോ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ട് അവർക്ക്, വിച്ച്
some people show it outside, some people don't. ഞാൻ ആദ്യമൊന്നും കാണിക്കാറേ ഇല്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ കാണിച്ചാലും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഇറ്റ്സ് മീ, ദാറ്റ് ഈസ് ഓൾസോ മീ. അതിനെ ആളുകൾ എങ്ങനെ കാണുന്നു, ആളുകൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് ഇപ്പം ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ എന്താണോ അത് ഞാനാണ്. ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. എനിക്ക് ഞാൻ തന്നെയാണ് ഒരു ആശ്വാസമായിട്ടുള്ളത് എന്നുള്ളത് ഞാനിപ്പം മനസ്സിലാക്കുന്നു. അത് വേറൊരാളുടെ തലയിൽ അതൊരു ബാധ്യതയായിട്ട് വെച്ചു കൊടുക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇപ്പം സൈനോരെത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ്, അതിപ്പം ഇമോഷണലി ആണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ നോക്കുമ്പോ, തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു കുട്ടി സായയുടെ അടുത്ത് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാലേ എന്തായിരിക്കും? അയ്യോ അയ്യോ, കുട്ടി സായന്റെ അടുത്ത് ഞാൻ പറയൂ, അയ്യോ നീ വേൾഡ് പറയുന്നൊന്നും വിശ്വസിക്കരുത്, നീ ഒരു അടിപൊളി ആളാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം ചെറുപ്പം മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ഹേർട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഒരു കൈൻഡ് ഓഫ് പെർസെപ്ഷൻ ആണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ലൈക്ക് നമ്മളുടെ ഒരു ഹ്യൂമൻ മൈൻഡിനുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അതങ്ങ് ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് വിട്ട്, ചിലപ്പോൾ എന്തെങ്കിലും മോശം കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളോ അത് നമ്മൾ എടുത്തത് അതിനെ നമ്മൾ ഇങ്ങനെ അതിന്റെ മുകളിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സ്ട്രക്ചറാണ് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മുടെ അഡൾട്ട് ലൈഫിൽ എത്തുമ്പം നമുക്ക് പല പല റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളും ഒക്കെ ഫീൽ ചെയ്യുന്നതൊക്കെ ആ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ ബിൽഡ് ചെയ്ത് വെച്ച ചില കാര്യങ്ങളാണ്. അപ്പം ഇപ്പം ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, എന്നെ കളർ ഇല്ലാത്തതിന്റെ പേരിൽ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാധനം ഞാൻ ഈ സൊസൈറ്റിയില് ബാക്കിയുള്ളവരത്ര ഉള്ള ഒരു യോഗ്യത എനിക്കില്ല. ഞാൻ എന്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ എന്തോ മോശം ഒരാളാണ് എന്നുള്ള ഒരു സാധനം ബിൽഡ് ചെയ്ത് അത് എന്നെ പല റിലേഷൻഷിപ്പിൽ എന്നെ ബാധിച്ചു. എന്റെ സെൽഫ് ഡിഗ്നിറ്റി, എന്റെ സെൽഫ് വർത്തിന് ഞാൻ എത്രയോ തവണ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പം ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു കുഞ്ഞു സായൻ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ചക്കരേ നീ അടിപൊളിയാണ്, ഈ ലോകത്തിന്റെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ നീ നിൽക്കുന്നില്ല വെച്ചിട്ട് യു ആർ എ ഡിഫറെന്റ് പേഴ്സൺ. യു ആർ നോട്ട് you are not bound to conform yourself into the structure of this society. You are born to stand out എന്ന് ഞാൻ പറഞ്ഞേനെ. Why you crying? ഞാൻ പെട്ടെന്ന് ആ കുട്ടി എനിക്കത് പറയുമ്പോ എനിക്കും ഭയങ്കര ഫീൽ ചെയ്യും. ബിക്കോസ് ഐ വിഷ് ഐ കുഡ് tell that to her. ഞാൻ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതിവിടെ എല്ലാവരും കരഞ്ഞ് കളക്കുന്നത്. ഞാൻ ഇന്ന് ആക്ച്വലി ടീച്ചേഴ്സ് ഡേ ആണ്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോ എന്റെ ഒരു ഫ്രണ്ട് പറയായിരുന്നു, ഏഞ്ചൽ ഉള്ള ഇവള് പറയായിരുന്നു, അവൾക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ട്രിപ്പ് പോയ സമയത്ത് എല്ലാരും പാട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുമല്ലോ. അപ്പൊ കളിക്കുമ്പം ഇതുപോലെ ഒരു പാട്ട് വന്നപ്പോ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പാട്ട് മാറ്റുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡ്രൈവറിന്റെ അടുത്ത് വിളിച്ചു പറയാം. അപ്പൊ ആ ഡ്രൈവർ നമുക്കതുകൊണ്ട് പാട്ട് മാറ്റാൻ ടീച്ചർ കളിയാക്കി പറയുന്നുണ്ട്, മുഖം നന്നാവാത്തതിന് കണ്ണാടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അന്ന് അവൾ അത്രയും ചെറുതാണ്, അവൾക്ക് മുഖമോ കണ്ണാടി ഒന്നും ഡാൻസ് അല്ലേ പാട്ട് മാറ്റല്ലേ ഒന്നും മനസ്സിലായില്ല. പക്ഷെ പിന്നെ അത് ആരോട് ചോദിച്ചപ്പം നന്നായി ഡാൻസ് കളിക്കില്ല, അപ്പൊ പാട്ടിനെ കുറ്റം പറയരുത് എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇപ്പോഴും ഒരു ഡാൻസ് കളിക്കാൻ പറയുമ്പം ഞാൻ കൊള്ളില്ല, എന്റെ ഡാൻസ് കൊള്ളില്ല എന്ന് പറയുന്ന ഒരു ട്രോമ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിക്കും, ഒരു ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഒരാളുടെ മനസ്സിൽ നിൽക്കാന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് അല്ല ഇതെന്താ ഇതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. കാരണം എന്റെ അടുത്തും ആ ഒരു ടീച്ചർ എന്റെ അടുത്ത് പറഞ്ഞത്, ആ കുട്ടികളൊക്കെ നോക്കൂ എന്തൊരു വെളുത്തിട്ടാ, പിന്നെ സായനോരൻ എത്ര മേക്കപ്പ് ചെയ്താലും അവരെ പോലെ ആക്കാൻ പറ്റില്ല. ഒറ്റൊരു സെന്റൻസ് ആണ് പറഞ്ഞത്. എന്റെ ലൈഫിനെ കംപ്ലീറ്റ്ലി അങ്ങ് എനിക്ക് ദൈവം തന്ന ടാലന്റ് ആണെന്നുണ്ടെങ്കിൽ എന്റെ ഡാഡി മമ്മി എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതും എന്റെ ചുറ്റുള്ള ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, ഡെഫിനറ്റ്ലി എന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഞാൻ മറന്നിട്ട് ആ സാധനം മാത്രം ഞാൻ എന്റെ തലയിൽ എടുത്ത് വെച്ചു. എന്റെ ആ ചെറിയ കുഞ്ഞിന്റെ തലയിൽ ഞാൻ അതെടുത്ത് വെച്ചു. അതിപ്പോഴും ഈ ഒരു ഇതിലും ചില ടൈമിനെങ്കിലും അത് ചിലപ്പം ഹോണ്ട് ചെയ്യാറുണ്ട്. ചില ടൈമിനെങ്കിലും അന്ന് അവര് പറഞ്ഞപ്പോ ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. ആ ഒരു സാധനത്തിനെ മറികടക്കാന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു ഇത്. അതിനെ മറികടന്നു മറികടക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ സൊസൈറ്റി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരു വലിയ ചാപ്റ്റർ ആണ് ഗൈസ്. അപ്പം അല്ല, ഇത് കാണുന്ന കുട്ടിയൊക്കെ തോന്നണം അവരും എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നല്ല, അതൊന്നല്ല, അത് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ തെളിയിക്കും, അങ്ങനെയല്ല. അത്
യെസ്. it is not right. This is the right thing. ശരിക്കും ഇപ്പൊ നമ്മൾ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമ്മള് എത്രയൊക്കെ സമയം നമ്മള് ഇല്ലാത്ത കാര്യത്തിനെ പറ്റി ബേജാറായി. ബേജാറായി, എന്തൊക്കെ വിഷമിച്ചു എന്ന് ആലോചിക്കുമ്പോ നമ്മള് മോളെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ത്വര നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ആളുകളുടെ പേര് പറയാം. ടെൽ സംതിങ് അബൌട്ട് ദിസ് പേഴ്സൺ. മേ ബി നോട്ട് ചെയ്തൊരു പോസിറ്റീവ് ഒരു സാധനമായിരിക്കാം, മേ ബി അവരുടെ അടുത്ത് പഠിച്ചൊരു കാര്യമായിരിക്കാം. എനിത്തിങ് യു ക്യാൻ. അഞ്ജലി മേനൻ. Anjali Menon is a born leader. മൂപ്പര് ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി ഭയങ്കര എന്താ പറയാ ബോൾഡ് ഒരു ലീഡർ അങ്ങനത്തെ അല്ല. ലീഡർ എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ഇടപഴകി ഇഴുകി ഓരോരുത്തരുടെ എനർജീനെ അറിഞ്ഞ് അവരെ എന്താണോ ആ ഡയറക്ടർ ആ ഒരു ലീഡർ ഉദ്ദേശിക്കുന്നത്, അതും വളരെ സാത്വികമായിട്ടൊരു ഉദ്ദേശമാണത്, ആ ഉദ്ദേശത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ലീഡറിന്റെ ക്വാളിറ്റി. അത് ഡെഫിനറ്റ്ലി അഞ്ജലിക്ക് ഉണ്ട്. ആൻഡ് ഷീ നോസ് ഹൗ ടു ബ്ലെൻഡ് ഇൻ, ഷീ നോസ് ഹൗ ടു ഓരോരുത്തരെയും പറഞ്ഞു സംസാരിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു സാധനം മൂപ്പർക്കുണ്ട്. I've always been fascinated about her. പാർവതി തിരൂർ. പാറു ഈ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അവളുടെ ഒരുപാട് വൾണറബിലിറ്റീസ് ആണ് അവളുടെ സ്ട്രെങ്ത്. ഇപ്പൊ കാണുന്ന പാറു എന്ന് പറയുന്ന ഒരാളുടെ ജേർണി ഇറ്റ്സ് ബിൻ എ ലോട്ട്. അത് കഴിഞ്ഞിട്ട് ആൻഡ് ഷീ സ്റ്റാൻഡിങ് ലൈക്ക് ഒരാളിങ്ങനെ നിൽക്കുകയാണ് നമ്മളെല്ലാരെയും ലുക്കിംഗ് അപ് ടു ഹെർ എന്നുള്ളത് ഡെഫിനറ്റ്ലി. ആൻഡ് എനിക്ക് പാറുവിന്റെ ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കര ഒത്തന്റിക് ആണ്, ഭയങ്കര ഓപ്പൺ ആണ്. എന്താണ് അവൾക്ക് ഫീൽ ചെയ്യുന്ന സാധനം അത് വരും, അത് അങ്ങനെയാണ്. ആൻഡ് ദാറ്റ് ഇസ് എൻ ഇൻസ്പിറേഷൻ ഫോർ മീ. ദാറ്റ് ഇസ് എ ട്രൂ ഇൻസ്പിറേഷൻ ബിക്കോസ് വി ടെൻഡ് ടു മീഡിയന്റെ മുന്നിലൊക്കെ നമ്മൾ ഈ പീപ്പിൾ പ്ലീസിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ പറയാതിരിക്കുകയും എന്തിനാ അത് പറയാം. ഞാൻ അങ്ങനെയാണ്, ചില സമയം ഞാൻ പറയണ്ട എന്തിനാ അത് പറയുന്നതെന്നുള്ളൊരു തോട്ട് പോകും. പക്ഷെ അങ്ങനെയല്ല, ഷീ വാണ്ട്സ് ടു ടെൽ സംതിങ്, ഷീ വിൽ ടെൽ ഇറ്റ്. ആൻഡ് അത് ഞാൻ എപ്പോഴും ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ അതെപ്പോഴും എനിക്കത് എനിക്കും അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. ഷാൻ റഹ്മാൻ. ഷാൻ അയ്യോ ഷാൻ ആക്ച്വലി ഒരു 10-20 കൊല്ലം മുമ്പ് ഞാൻ ഫീൽഡിലോട്ട് വരുന്ന സമയം തന്നെയാണ് അവന് ഫീൽഡിലോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ പണ്ട് മുതലേ ഉള്ള ഒരു ഇതാണ്. നമ്മൾ പണ്ട് ഒരുപാട് മറ്റേ ജോക്സ് പറഞ്ഞിരിക്കാറുണ്ട്. ഇപ്പം ആലോചിക്കുമ്പോ ചിലപ്പോ ഞാൻ ആ ജോക്സ് ഒന്നും ചിലപ്പോ എൻജോയ് ചെയ്യൂലായിരിക്കും. പണ്ടത്തെ ഒരു ഗ്രോയിങ് പീരിയഡില് ഹീസ് എ വെരി ഗുഡ് ഫ്രണ്ട്. He is a very good friend. And എന്റെ ലൈഫില് ചില ഏരിയാസില് ഞാൻ തകർന്നു പോയിട്ടില്ല, മറ്റേ ഹാർട്ട് ബ്രേക്ക്. അപ്പോഴൊക്കെ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടാവല്ലോ വിളിച്ച്, ഞാൻ മറ്റേ എക്സ്റ്റേണൽ വാലിഡേഷൻ സീക്കുന്ന ടൈമിനൊക്കെ ഞാൻ അവനെ വിളിച്ച് എടാ ഞാൻ ഇതാ ടെറസിന്റെ മുകളിൽ നിക്ക, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ടെറസിന്റെ മുകളിൽ നിക്ക, ഞാൻ ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു പണ്ടത്തെ ഒരു ഹാർട്ട് ബ്രേക്ക്. അപ്പൊ ഷാൻ എന്തോ ഒരു ഷൂട്ടിങ്ങിന് നടുവിലായിരുന്നു തോന്നുന്നു. അവനറിയാം മോളെ ഇപ്പൊ ചെയ്യല, നീ ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കട്ടെ. അങ്ങനെ എനിക്ക് ഭയങ്കര അങ്ങനത്തെ പ്രേമപ്രാന്തൊക്കെ ഉണ്ടായിരുന്നു. ഷാനും എനിക്കത് ഓർമ്മ വരുന്നത്. എന്റെ ലൈഫില് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ട് പോയ ആ ഏരിയാസിലൊക്കെ ആക്ച്വലി അവൻ എന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അയ്യോ ഞാൻ ആകെ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കണ്ടത് എനിക്ക് ഏതാ പ്രോഗ്രാം ഓർമ്മയില്ല. അപ്പം ഗസ്റ്റ് ആയിട്ട് സായി ഇങ്ങനെ വരികയാണ്. അപ്പൊ ഒരു ഗസ്റ്റ് ഉണ്ട്, ഷെർവാണി ഇട്ട് നിൽക്കുന്നതാണോ? അല്ല അപ്പൊ ജഡ്ജില് ഷാനായിട്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ആരാണ് നീയോ ചോദ്യമോ അതൊരു സായി എന്തോ ഒരു ഉത്തരം പറയാം. അത് കണ്ടപ്പോ എനിക്ക് തോന്നി ഇവര് കുറെ വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ആണ്. ബിക്കോസ് അതിലുണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു സ്നേഹവും. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ഷൂട്ടിന് മീറ്റ് ചെയ്ത സമയത്ത് ഇവൻ പണ്ടത്തെ ഏതോ ഒരു ചളു അടിച്ചപ്പോ ഞാൻ ഷാനും ഒരു കാര്യമുണ്ട്, എനിക്ക് പണ്ടത്തെ പോലെയുള്ള ചിരിയും ഇതൊന്നും നടക്കില്ല, എന്റെ കുറെ തോട്ട്സ് ആൻഡ് ബിലീഫ്സ് ഒക്കെ മാറി. അപ്പൊ നീ പോയാലും ചെമ്മീൻ തുള്ളിയാലും ഇടം വരെ തുള്ളുന്ന് അറിയാലോ. അങ്ങനെയാണ്. നിത്യമേനൻ. അയ്യോ ഷീസ് എ ചക്കുടു. അതും നിത്യന് ഞാൻ ആക്ച്വലി നമ്മളെ മറ്റേ ഉണ്ടപ്പൊട്ടാസില്ലേ കുഞ്ഞാണെന്നുണ്ടെങ്കിലും ഈ ഗുണ്ടുമുളകൊക്കെ മാതിരി, അതായത് സാധനം ഇത്രേ ഉണ്ടാവുള്ളൂ, കാന്താരി മുളകൊക്കെ മാതിരി, പക്ഷെ ഭയങ്കര പൊട്ടേന്റിൻ ഭയങ്കര ഇതാണ്. അതുപോലെയാണ് നിത്യ. കേട്ടാ മിക്കവാറും എനിക്കൊരു കോള് വരും, എന്താണ് ഇതൊക്കെ. She's a bomb. She's like that and her energy is like that.
കാണാൻ ഭയങ്കര ക്യൂട്ട് സ്മോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവൾക്ക് ഒരു കാര്യം പറയാനും ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷീസ് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ആൻഡ് ഇപ്പം പിന്നെ ആക്ടിങ്ങിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കോഴ്സസ്, അക്കൗണ്ടിങ്ങിന്റെ ഒക്കെ കുറെ കോഴ്സസ് അവള് ചെയ്തിട്ടുണ്ട്. ഈ കോവിഡ് സമയത്തൊക്കെ ഇരുന്നിട്ട് ഷീ വാസ് ലൈക്ക് സ്റ്റഡിങ്, വർക്കിംഗ് ആൻഡ് എവറിത്തിങ്. അപ്പൊ അതുകൊണ്ട് ഷീ ഹാസ് എ ഡിഫറെന്റ് ഏരിയ വിച്ച് common people doesn't know about her. And she's a moon child. And നമ്മളുടെ ഇതേമാതിരി ഇപ്പൊ എക്സൈറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ മാതിരി ഞാനും നിത്യായിട്ടുള്ള കോൺവെർസേഷൻ മൊത്തം ഡിഫറെന്റ് ടോപ്പിക്സ് ആണ്. പിന്നെ നമ്മൾ എപ്പോഴൊന്നും സംസാരിക്കൊന്നുമില്ല കേട്ടോ. ഞാനും അങ്ങനെ ആരും വിളിക്കുന്ന ഒരാളല്ല, തീരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ്. അതെ. അപ്പൊ നമുക്കൊരു പാട്ട് പാടാൻ ബ്രേക്ക് അല്ലേ? അജീബ് ദാസ്ത പാടാം. ഓക്കെ. अजीब दास्ता है, कहाँ शुरू कहाँ खत्म, ये मंजिलें है कौन सी, न वो समझ सके न हम. अजीब दास्ता है, कहाँ शुरू कहाँ खत्म, ये मंजिलें है कौन सी, न वो समझ सके न हम, कि रोशनी के साथ क्यों हुआ चिराग से, कि रोशनी के साथ क्यों धुआं उठा चिराग से. ये ख्वाब देखती हूँ मैं कि जग पड़ी हूँ ख्वाब से. अजीब दास्ता है, कहाँ शुरू कहाँ खत्म, ये मंजिलें है कौन सी, न वो समझ सके न हम. എന്തൊക്കെയോ സംസാരിച്ചു. എന്തൊക്കെ ഒരെണ്ണൂടി വേണോ? നീ പോകിലും അകലേക്കുമാകിലും ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീ അല്ലേ, നിന്നെ അറിയാൻ ഉള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നും ഇന്നും ഒരു പുഴയാൻ ആരാധികേ. മഞ്ഞുതീരം വഴി അരികെ നാളെ കാത്തു നിന്നു മീഴി നിറയെ. Thank you so much for coming. Thank you so much, Parvati, for those beautiful questions that you asked. Usual questions ഒന്നും ആയിരുന്നില്ല. Thank you. New areas for my brain to explore and rediscover and remember. Thank you so much. Thanks. Thank you. ശരി.